വലിയ ടഫ്. കാരണം ഈ ആളെ പരിചയപ്പെടുത്തി കൊടുക്കണം ജനങ്ങൾക്ക്. അതാണ് അങ്ങനെ വലിയൊരു നഷ്ടമൊന്നുകൊണ്ടിരിക്കും. കാരണം അത് എന്താണെന്ന് വെച്ചാൽ ആളെ അറിയില്ലല്ലോ, കേരളമായിട്ട് ബന്ധമില്ല. പിന്നെ ഒരു ഗുണമുണ്ട്, എ കെ ആന്റണിയുടെ മകൻ. പക്ഷെ എ കെ ആന്റണി കോൺഗ്രസ്സാണ്. എ കെ ആന്റണിയുടെ പിന്തുണയില്ലാത്ത, അപ്പന്റെ പിന്തുണയില്ല മകൻ എന്നുള്ളതാണ് പ്രശ്നം. എ കെ ആന്റണി പരസ്യമായിട്ട് ഇറങ്ങി പിന്തുണ കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് ഇച്ചിരി എളുപ്പമുണ്ടായിരുന്നു. അതാണ് ഇനി നില. ബിജെപിയിലേക്ക് ചേരുമ്പോൾ പോലും ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള രീതിയിൽ, ഇത്രയും ജനപ്രീതിയുള്ള ഒരാളെന്നുള്ള രീതിയിൽ ഒരു പരിഗണന കിട്ടേണ്ടതായിരുന്നല്ലോ. ആ ഒരു പരിഗണന കിട്ടാത്തൊരു ബിജെപിയോട് അകൃത്യമുണ്ടോ? എന്റെ ദൈവത്തെ ഇത് കൂട്ടി ചോദിച്ചു ഞാൻ എന്നെ മറുപടി പറയുക ചെയ്യും. അതായത് എനിക്ക് കിട്ടാവുന്ന മാക്സിമം മാന്യതയും ആദരവും BJP എനിക്ക് ഈ നിമിഷം വരെ തന്നിട്ടുണ്ട്. വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ യാതൊരു സംശയമില്ലാതെ BJP വളരെ മാന്യമായിട്ട് എന്നോട് പെരുമാറുന്നത് 100% എനിക്ക് ബോധ്യമുണ്ട്. എത്രയോ ആളുകൾ BJP വന്നു, അവർക്ക് ആർക്കും കിട്ടാത്ത അംഗീകാരവും ആദരവും എളിയവനായി എനിക്ക് BJPയുടെ നേതൃത്വവും പ്രവർത്തകരും കേരളം മുഴുവൻ RS പ്രവർത്തനം തരുന്നുണ്ട്. ഇതിനൊക്കെ അതീതമായിട്ട് എന്റെ ജീവിതം തന്നെ നിലനിർത്തിയിരിക്കുന്ന RSന്റെ പ്രവർത്തകർ. പിന്നെ എനിക്ക് നന്ദികൾ കാണിക്കാൻ കഴിയും. ഞാൻ 100% നന്ദി അവരോടുണ്ട്. നന്ദിയോട് തന്നെ ഇടപെടൽ എന്റെ ഇടപെടൽ തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ പത്തനംതിട്ട പാർലമെന്റ് നിയമനത്തിന് ഞാൻ നിൽക്കണമെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ കഴിഞ്ഞ ജനുവരി 31-ാം തീയതിയാണ് BJPയിൽ മെമ്പർഷിപ്പ് എടുത്തത്. അതിനുമുമ്പ് ഞാൻ BJPക്കാരനാണ്. അപ്പൊ ഒരു ഡിമാൻഡും എനിക്കില്ല എന്ന് വളരെ സ്നേഹത്തോടുകൂടി തന്നെ ദേശീയ നേതാക്കന്മാരും കൂടെ അറിയിച്ചതാണ്. ഈ അടുത്ത കാലത്ത് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു നിർബന്ധമില്ല. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞ ലാസ്റ്റ്, നിങ്ങൾ യുനാനിമസായി ഈശ്വർ നിൽക്കണം എന്ന് നിർബന്ധമായി ഉത്തരവ് തന്നാൽ ഞാൻ അനുസരിക്കും, ഇല്ല നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെ പറഞ്ഞിരുന്നു. ആ നിലയ്ക്ക് ആണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഞാൻ ബന്ധപ്പെടാനേ പോയില്ല. ആര് വന്നാലും സന്തോഷം. ആരെ BJP സ്ഥാനാർത്ഥിയോട് നിശ്ചയിക്കുന്നു അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് എന്റെ കടമ എന്ന് ഞാൻ പരസ്യമായി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ ഇപ്പൊ പാർട്ടി പ്രഖ്യാപനം ഞാൻ കേട്ടിടത്തോളം ഇവിടെ അനിൽ ആന്റണി എന്നൊരു ചെറുപ്പക്കാരൻ നിൽക്കുന്നു എന്നാണ് കേട്ടത്. വളരെ ചെറുപ്പമാണ്. കോൺഗ്രസിന് അടുത്ത കാലത്ത് BJP ചേർന്ന ആളാണ്. അപ്പം എ കെ ആന്റണിയുടെ മകനാണ്. അത് എ കെ ആന്റണിക്ക് അത് ഇഷ്ടമാകുമെന്ന തരത്തിൽ ഞാൻ പറയുന്നതിനോട് ക്ഷമിക്കണം. കോൺഗ്രസിന്റെ മീഡിയ ചാർജ് ഉണ്ടായിരുന്ന ഡൽഹി മാത്രം. അദ്ദേഹം ഡൽഹിയിലായിരുന്നു സ്ഥിരമായി. ഡൽഹി മാത്രം ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ആ നിലയ്ക്ക് ഒരു ചെറുപ്പക്കാരനെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചതെന്ന് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അനിയുടെ വിജയമാണ് ഇനി PC ലക്ഷ്യം എന്ന് വളരെ വിജയത്തോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു ശ്രമകരമായ ജോലിയാണോ ഇന്ത്യയുടെ മുന്നിൽ? ശ്രമകരമെന്ന് മാത്രമല്ല, വലിയ ടഫ്. കാരണം ഈ ആളെ പരിചയപ്പെടുത്തി കൊടുക്കണം ജനങ്ങൾക്ക്. അതാണ് അങ്ങനെ വലിയൊരു നഷ്ടമൊന്നുകൊണ്ടിരിക്കും. കാരണം അത് എന്താന്ന് വെച്ചാൽ ആളെ അറിയില്ലല്ലോ, കേരളമായിട്ട് ബന്ധമില്ല. പിന്നെ ഒരു ഗുണമുണ്ട്, എ കെ ആന്റണിയുടെ മകൻ. പക്ഷെ എ കെ ആന്റണി കോൺഗ്രസ്സാണ്. എ കെ ആന്റണിയുടെ പിന്തുണയില്ലാത്ത, അപ്പന്റെ പിന്തുണയില്ല മകൻ എന്നുള്ളതാണ് പ്രശ്നം. എ കെ ആന്റണി പരസ്യമായിട്ട് ഇറങ്ങി പിന്തുണ കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് ഇച്ചിരി എളുപ്പമുണ്ടായിരുന്നു. അതാണ് ഇനി നില. ബിജെപിയിലേക്ക് ചേരുമ്പോൾ പോലും ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള രീതിയിൽ, ഇത്രയും ജനപ്രീതിയുള്ള ഒരാളെന്നുള്ള രീതിയിൽ ഒരു പരിഗണന കിട്ടേണ്ടതായിരുന്നല്ലോ. ആ ഒരു പരിഗണന കിട്ടാത്തൊരു ബിജെപിയോട് അകൃത്യമുണ്ടോ? എന്റെ ദൈവത്തെ ഇത് കൂട്ടി ചോദിച്ചു ഞാൻ എന്നെ മറുപടി പറയുക ചെയ്യും. അതായത് എനിക്ക് കിട്ടാവുന്ന മാക്സിമം മാന്യതയും ആദരവും BJP എനിക്ക് ഈ നിമിഷം വരെ തന്നിട്ടുണ്ട്. വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ യാതൊരു സംശയമില്ലാതെ BJP വളരെ മാന്യമായിട്ട് എന്നോട് പെരുമാറുന്നത് 100% എനിക്ക് ബോധ്യമുണ്ട്. എത്രയോ ആളുകൾ BJP വന്നു, അവർക്ക് ആർക്കും കിട്ടാത്ത അംഗീകാരവും ആദരവും എളിയവനായി എനിക്ക് BJPയുടെ നേതൃത്വവും പ്രവർത്തകരും കേരളം മുഴുവൻ RS പ്രവർത്തനം തരുന്നുണ്ട്. ഇതിനൊക്കെ അതീതമായിട്ട് എന്റെ ജീവിതം തന്നെ നിലനിർത്തിയിരിക്കുന്ന RSന്റെ പ്രവർത്തകർ. പിന്നെ എനിക്ക് നന്ദികൾ കാണിക്കാൻ കഴിയും. ഞാൻ 100% നന്ദി അവരോടുണ്ട്. നന്ദിയോട് തന്നെ